നവീനെ വിളിച്ച് സംസാരിച്ചോളൂ. മമ്മി പഴയതുപോലെ സ്നേഹത്തിൽ തന്നെ സംസാരിച്ചോളൂ. നവീനിൽ നിന്ന് നിന്നെ വേർപെടുത്താനല്ല മമ്മി നോക്കുന്നത്. ശാപം ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് നിങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. മമ്മി മമ്മിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിൽ പോണം. ഓഫീസിലെ സ്റ്റാഫ് ഇവിടെ ഉണ്ടാവും. മമ്മി പോകുന്നത് നിനക്ക് വേണ്ടിയാ. മമ്മി മോളുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോ എല്ലാത്തിനുള്ളൊരു ഉത്തരം മമ്മി കൊണ്ടുവരും. മമ്മി എനിക്ക് വിശ്വാസം. മമ്മി തടസ്സം പറഞ്ഞതൊക്കെ പേടിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ലക്ഷണങ്ങളൊക്കെ എതിരായപ്പോ മമ്മി അങ്ങനെ ചിന്തിച്ചതിന് ഒരു തെറ്റുമില്ല. താങ്ക് യു മമ്മി. ഞാൻ നവീനെ വിളിക്കട്ടെ? ആ എന്താടോ താൻ ഉറക്കമായിരുന്നോ? ഫോണ് സൈലന്റ് ആയിരുന്നു, ഞാൻ കണ്ടില്ല. രോഗിയല്ലേ, കിടക്കാതിരിക്കാൻ പറ്റുമോ? എന്ത് രോഗം? തനിക്ക് ഓർമ്മയുണ്ടോ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ താൻ എന്നെ വന്ന് എണീപ്പിച്ച് കൊണ്ടുപോയത് തന്റെ സർപ്രൈസ് കാണിക്കാൻ? അതുപോലെ ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ, തന്നെ പൊക്കിയെടുത്ത് തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോവാൻ. തന്റെ അസുഖമൊക്കെ അപ്പം മാറുള്ളൂ. ഇപ്പൊ വേണ്ട. ഇപ്പോ എന്റെ മോനവിടെ ബിസിനസിന്റെ കാര്യം എന്തെങ്കിലും നോക്കിയിരിക്കെ. ഞാനിവിടെ സേഫാ. ആയുഷോ? യെസ്. ചിലപ്പോ ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് തോന്നുന്നു. താങ്ക് ഗോഡ്. ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോകുന്നോ അതോ ഇങ്ങോട്ടേക്ക് വരുന്നോ? അങ്ങോട്ടോ? അതിനെന്താ, താൻ രോഗിയായിട്ട് കിടക്കുമ്പോ കളരിക്കൽ കുടുംബക്കാര് തന്നെ എങ്ങനെ പരിചരിക്കുന്നതെന്ന് നോക്കാം. സിത്താരമാമനോട് പറയും അങ്ങനെ ഒരു പരീക്ഷണം കൂടി നടത്താൻ. ഒരു പരീക്ഷണവും വേണ്ട. തൽക്കാലം മോൻ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിച്ചോളാം. താൻ ഹാപ്പി അല്ലേ? ഐ ആം ഹാപ്പി. ഓക്കെ. അല്ല കഥ, തന്റെ അസുഖം ഭേദമാവുന്നവരെ വിവാഹം നീട്ടിവെക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ അതിനപ്പുറത്തേക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്ത്? അതിനപ്പുറത്തേക്ക് എനിക്ക് ക്ഷമിച്ചിരിക്കാൻ വയ്യ, അത്രേ ഉള്ളൂ. അമ്മയുടെ ഓപ്പറേഷന്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടു. എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാ. മാഡം, എന്റെ മകള് കരയുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ മകളുടെ അതേ രൂപത്തിലുള്ള നിന്റെ കണ്ണുകൾ നിറയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടായി സഹായം. വലിയ ഉപകാരം മാഡം. തങ്കേച്ചിക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ. മാഡത്തിന് ഇങ്ങനൊരു മനസ്സ് തോന്നിയത് എന്റെ അമ്മയുടെ ഭാഗ്യാണ്. ഇതിന് പകരമായി മാഡം എന്ത് പറഞ്ഞാലും ഞാനതനുസരിച്ചിരിക്കും. എന്ത് ജോലി ഞാൻ ചെയ്യും മാഡം. ജോലി ചെയ്ത് ഞാൻ ഈ കടം വീട്ടിക്കോളാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ സഹായം ചെയ്യുന്നത് നമ്മൾ 4 പേരും പിന്നെ ആ സുനന്ദയുടെ ഭർത്താവും അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അമ്മയോട് പോലും കുട്ടി ഇത് പറയാൻ നിൽക്കണ്ട. ഇല്ല മാഡം. ഇനിയുള്ളൊരു കാര്യം അല്പം രഹസ്യമായിട്ട് കുട്ടിയോട് മാത്രം പറയാനുള്ളതാ. കുട്ടി വരൂ. ചെല്ലു മോളെ. ആ കുട്ടിയുടെ ഭാഗ്യം. മാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വളരെ അപൂർവം. മാം പറഞ്ഞു? ഇല്ല, പറയാൻ തുടങ്ങായിരുന്നു. കൃഷ്ണ,
മാഡത്തിന്റെ മകളുടെ വിവാഹം തീരുമാനിച്ചിരിക്കുക. വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ തലവനാ അദ്ദേഹം. എല്ലാം തീരുമാനിച്ചതിനിടയിലാ ഗാഥ മാഡത്തിനൊരു ആക്സിഡന്റ് പറ്റിയത്. ഗാഥ മാഡം ഹോസ്പിറ്റലിലാണ്. അപകടത്തില് എന്റെ മോൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയില് ആ പ്രശ്നങ്ങളൊക്കെ അവരറിഞ്ഞ അവരാ വിവാഹത്തിൽ നിന്ന് പിന്മാറും. എന്റെ മോൾ അതൊരിക്കലും സഹിക്കില്ല. എനിക്കെന്റെ മോളെ ട്രീറ്റ് ചെയ്യണം, അവളെ പഴയ കണ്ടീഷനിലാക്കണം. അതുവരെയുള്ള സമയത്ത് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. കുറച്ചു നാള് നീ എന്റെ മോളുടെ വേഷം കെട്ടണം. ഗാഥയുടെ വരനായിട്ട് വരാൻ പോകുന്ന ആളുടെ മുന്നിലും അയാളുടെ കുടുംബത്തിന് മുന്നിലും നീ ഗാഥയാവണം. മാഡം അത് എങ്ങനെയെന്നുള്ള ടെൻഷൻ വേണ്ട. നിന്നെ ഗാഥമോളാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടത്താം. അതിന് സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഏത് കാര്യത്തിനെന്താ സിനി കൂടെ ഉണ്ടാവും. ഇക്കാര്യത്തിൽ നിനക്ക് എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. മാഡത്തിന് വിശ്വാസക്കുറവുണ്ടായിട്ടൊന്നുമല്ല. മാഡത്തിന്റെ മകൾക്ക് സംഭവിച്ചു പോയെന്ന് പറയുന്ന കുറവ് എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്ങനെ നോക്കിയാലും ആ കുട്ടിയെ സഹായിക്കുന്നത് നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. പക്ഷെ എങ്ങനെ വേഷം കിട്ടിയാലും മാഡത്തിന്റെ മകൾക്ക് തുല്യമാവാനൊന്നും എനിക്ക് പറ്റില്ല. നിങ്ങളൊക്കെ ആകാശത്ത് ജീവിക്കുന്നവരല്ലേ മാഡം? ഞങ്ങള് ഭൂമിയിൽ പോലും അല്ല, പാതാളത്തിലാ ഞങ്ങളൊക്കെ. കൃഷ്ണ, മാം ആവശ്യപ്പെട്ടത് വളരെ സിൻസിയർ ആയിട്ടാ. ഓർഡർ ചെയ്യാതെ മാം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. സഹായിക്കാൻ പറ്റില്ലേ നിനക്ക്?